എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നിശബ്ദ താഴ്വരയിലേക്കുള്ള പ്രയാണം ഭാഗം 2. അപ്പോൾ സൈലൻറ്റ് വാലി ട്രിപ്പ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഞങ്ങളുടെ ആ ക്ലബ്ബ് യുവഭാവന എന്ന് പറയുന്ന ആ ക്ലബിൻ്റെ അങ്കണത്തിൽ നിന്ന് രാവിലെ 5:15 ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. 37 പേരടങ്ങുന്ന സംഘം. 40 പേരെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ 3 പേര് അവസാന നിമിഷം ചില അസൗകര്യങ്ങളാൽ അവർക്ക് വരാൻ പറ്റിയില്ല. അതിനാൽ 37 പേരുമായിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിച്ച് ഏകദേശം 8:45 ഞങ്ങൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ വെച്ചാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ചെർപ്പുളശ്ശേരിയിലാണ്. അവിടെ ഒരു നാടൻ ഭക്ഷണശാലയിൽ നിന്ന് നല്ല ഭക്ഷണമായിരുന്നു. വലിയ കടയൊന്നുമല്ല, ചെറിയൊരു നാട്ടിൻപുറത്തുള്ളൊരു കടയായിരുന്നു. അതിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നീട് ഞങ്ങൾ യാത്ര തിരിച്ച് വീണ്ടും യാത്ര ചെയ്തു. ഏകദേശം 3:45 മുക്കാലി ഫോറസ്റ്റ് ഓഫീസിലെത്തി. ആ ഫോറസ്റ്റ് ഓഫീസിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മുക്കാലി എന്നാണ്. സൈലൻറ്റ് വാലിയുടെ പ്രവേശന കവാടം മുക്കാലി. അപ്പോൾ അവിടെ ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് വരുന്നത് കൊണ്ടും ഞങ്ങൾ വരുന്നത് എപ്പോൾ എത്തിച്ചേരുമെന്ന് ഒക്കെ അവർ ഞങ്ങളോട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3:45 എത്തിച്ചേർന്ന ഉടനെ തന്നെ അവിടെ ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് കുറച്ച് ഫോറസ്റ്റ് ഗാർഡുമാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾക്ക് 2 ഡോർമെറ്ററി അവരനുവദിച്ചു തന്നു. 2 ഡോർമെറ്ററിയിലായിട്ട് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ ലഗേജ് എല്ലാം കൊണ്ടുവച്ചു. അങ്ങനെ ചായയും മുറുക്കുമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ പേര് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഫോറസ്റ്റർ ശ്രീ മുഹമ്മദ് ഹാഷിം വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരുടെയും പേരും അഡ്രസ്സും എല്ലാം പേരെഴുതി അഡ്രസ്സ് കഴിഞ്ഞ് ഞങ്ങളെ ഒപ്പിടിച്ചു. 37 പേരുടെ. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. കാരണം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനൊരു സംവിധാനമുണ്ട്. അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബ്ബ്, ഈ മറ്റ് യുവജന സംഘടനകളെ ഇവരെല്ലാം പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിനും പ്രകൃതിയെ അറിയുന്നതിനും വേണ്ടി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ ഒരു സ്കീമുണ്ട്. അപ്പോൾ അത് സർക്കാരിൽ നിന്ന് ഫണ്ടുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് നമ്മുടെ അറ്റൻഡൻസും മറ്റു കാര്യങ്ങളും അവിടെ അത് കൊടുത്താലേ അതിൻ്റെ ഫണ്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. ഞങ്ങളെ വനവും വന്യജീവികളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡായിട്ടുള്ള ശ്രീ ഷൺമുഖം വന്ന് ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഡോക്യുമെൻ്ററി തുടർന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അതോടൊപ്പം ഡോർമെറ്ററി പോയി. ഞങ്ങൾ ഫ്രഷായി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഡിന്നറിൻ്റെ സമയമായി. ഡിന്നർ കഴിച്ചതിന് ശേഷം വീണ്ടും ക്ലാസ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റർ ശ്രീ അമീൻ ആയിരുന്നു ക്ലാസ് എടുത്തത്. കാടിനെക്കുറിച്ചും കാട്ടിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അപ്പോഴത്തേക്കും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ DR ജയൻ അദ്ദേഹം വന്നു. അദ്ദേഹവും കാടിനെക്കുറിച്ച് ബോധവൽക്കരണവും മദ്യം, സിഗരറ്റ് ഇതെല്ലാം ഒഴിവാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ, പ്രത്യേകിച്ച് വനത്തിൽ അത് ഒഴിവാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ മുക്കാലിയിൽ ഫോറസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്, ഭവാനിപ്പുഴ. ഈ ഭവാനിപ്പുഴയിൽ കുളിക്കാനുള്ള ഒരു പെർമിഷൻ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേടിയെടുത്തു. കാരണം അവിടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ഒന്നും കുളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ എല്ലാവരെയും പേര് രജിസ്റ്റർ ചെയ്ത് അറിഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ട് അദ്ദേഹം അതിനുള്ള പെർമിഷൻ തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം എല്ലാവരും അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ പുഴയിൽ, തൊട്ടടുത്ത് തന്നെ പുഴയിൽ പോയി കുളിച്ച്. പുഴയിൽ അധികം വെള്ളമൊന്നുമില്ലായിരുന്നു അന്ന്. വെള്ളമുള്ള സീസണൊന്നും, മഴയുള്ള സീസൺ ആയിരുന്നില്ല. എന്നാലും പുഴ ഒഴുകുന്നു, നല്ല തെളിമയുള്ള വെള്ളം, നല്ല തണുത്ത വെള്ളം. അപ്പോൾ അവിടെ കുളിച്ച് നമ്മളൊന്ന് ഓരോരുടെ ഡോർമെറ്ററിയിൽ പോയി അന്നത്തെ ദിവസം അവിടെ അങ്ങ് അവസാനിച്ചു. പിറ്റേ ദിവസം രാവിലെ 6:45 നമ്മുടെ ഗൈഡ് വന്നിട്ട് നമ്മളെല്ലാം വിളിച്ചുണർത്തിയിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ചെല്ലാൻ പറഞ്ഞു. എല്ലാവരും ഓരോ ചായയും കുടിച്ചിട്ട് അദ്ദേഹത്തിനോടൊപ്പം ചെന്ന് മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഭവാനിപ്പുഴയുടെ തീരത്ത് തന്നെയാണ്. ഭവാനിപ്പുഴയെ ഈ ഒഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുന്നും കുഴിയൊക്കെ ഉള്ള ഇങ്ങനെ വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം പോലെ ഒരു സൗണ്ടൊക്കെ വരുന്ന രീതിയിലാണ് ഭവാനിപ്പുഴ ഒഴുകുന്നത്. നല്ല തെളിമയുള്ള വെള്ളമാണ്. അപ്പോൾ അവിടെയായിട്ട് ഉയർന്നു നിൽക്കുന്ന കുറേ പാറ ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ അവിടെ ഇരുന്നു. അദ്ദേഹവും അതിന് നടുക്കായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം പ്രാണായാമം ചെയ്യിച്ചു. ശുദ്ധമായ നല്ല ഓക്സിജൻ നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാണായാമം ചെയ്യിച്ചു. അതിനുശേഷം ഒരു 3 രീതിയിലുള്ള ധ്യാനമുറകൾ അദ്ദേഹം പരിശീലിപ്പിച്ചു.
അതിൽ 1-2 ധ്യാനമുറകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ കണ്ണെല്ലാം അടച്ചിരുന്നിട്ട് ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. ചുറ്റുമുള്ള ശബ്ദങ്ങളെന്ന് പറയുമ്പോൾ ഇലയനങ്ങുന്ന സൗണ്ട് പോലും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇലയനങ്ങുന്നത്, ചെറിയ കാറ്റടിക്കുന്നത്, അതുപോലെ തന്നെ കിളികൾ കരയുന്നത്, പുഴ ഒഴുകുന്ന സൗണ്ട്, ഏതെങ്കിലും മനുഷ്യ ശബ്ദമുണ്ടോ, മറ്റേതെങ്കിലും വാഹനങ്ങളുടെ ശബ്ദമുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു തരം ധ്യാനമാണ്. ഒരു വേറിട്ട അനുഭവമായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ധ്യാനമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഇരിക്കുന്ന പാറകളിൽ നമ്മൾ കാല് പുഴയിലേക്ക് സ്പർശിച്ചുകൊണ്ട് പുഴയെ തൊട്ടറിയുന്ന, പുഴയുടെ ആ ഒരു തണുപ്പും ആ ഒരു ഫീലും നമ്മൾ ആ കാൽപാദത്തിലൂടെ അല്ലെങ്കിൽ കാലിൻ്റെ ആ വിരലിലൂടെ നമ്മുടെ നാഡിയിലൂടെ നമ്മുടെ തലച്ചോറിൽ എത്തിച്ചേരുന്ന ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത ധ്യാനമുറ. വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ധ്യാനമുറകളെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും കിട്ടി. ഒരു ഫ്രഷ്നെസ്, ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന മാതിരിയുള്ള ഒരു ഫീൽ അതെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയത് അവിടെ തന്നെയുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസിനോട് ചേർന്ന് അവർ നട്ട് പരിപാലിച്ച ഒരു വനമുണ്ട്. നക്ഷത്രവനം എന്നാണ് പറയപ്പെടുന്നത്. നക്ഷത്രവനം എന്ന് പറയാനായിട്ട് കാരണമുണ്ട്. നക്ഷത്രവനവും ഓരോ സ്റ്റാറുകാർക്കും, ഓരോ നക്ഷത്രക്കാർക്കും, അശ്വതി, ഭരണി, കാർത്തിക, ഇങ്ങനെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ മരങ്ങൾ അവിടെ അവരുടെ പേരിൽ ഇവിടെ. നക്ഷത്രവനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഓരോ നാളുകാർക്കും ഓരോ നക്ഷത്രം, ഓരോ മരം അവരുടെ പേരിൽ. അപ്പോൾ ഓരോരുത്തർക്കും അത് അറിയാനുള്ള കൗതുകം ഉണ്ടാവും. അപ്പോൾ അശ്വതിക്കാരനെ അല്ലെങ്കിൽ ചതയൻകാരനെ, പൂരുരുട്ടാതിക്കാരനെ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരെ മരം തേടിപ്പോകും, അന്വേഷിക്കും. എൻ്റെ മരം ഇതാണ് എന്ന് പറയുമ്പോൾ ആ മരം പ്രകൃതിയും മനുഷ്യനായിട്ട് ഒന്ന് ഇണങ്ങിച്ചേരുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് നക്ഷത്രവനം എന്ന് പറയുന്നത്. നക്ഷത്രവനം വളരെ മനോഹരമായിരുന്നു. ഓരോരുത്തർ അവരവരുടെ നാളിലുള്ള മരമൊക്കെ കണ്ടെത്തി അതിൻ്റെ താല്പര്യത്തോടെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതും വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരുന്നു. നമ്മളിവിടെയെങ്കിലും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ തരം പൂക്കളും പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് മറ്റൊരു കെട്ടിടത്തിൽ അവിടെയുള്ള ആദിവാസികൾ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേൻ, ശുദ്ധമായ തേൻ, അത് സംസ്കരിച്ച് ഫോറസ്റ്റുകാർ വിൽക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവിടെ കിട്ടത്തില്ലെന്നറിയാമല്ലോ. എല്ലാം വളരെ ലിമിറ്റഡും വളരെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ്. ഉപ്പുമാവും പഴവുമായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയത്. നമ്മളത് കഴിച്ചു. സംതൃപ്തിയോടെ എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മുടെ ഗൈഡ് ഷൺമുഖം പറഞ്ഞ് നമുക്ക് അപ്പോൾ ഏകദേശം 9 മണിയായി. നമുക്ക് വനത്തിലേക്ക് ട്രക്കിംഗ് ആരംഭിക്കാം എന്ന് പറയും. ആ വനത്തിലേക്കുള്ള ട്രക്കിംഗ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കിടാം. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.